മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ്റെ കവറിങ്ങിനുണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. ബ്രെയിൻ്റെയും സ്പൈനൽ കോഡിൻ്റെ ഒക്കെ കവറിങ് ആണ് മെനിഞ്ചസ്. അതിൽ ഇൻഫെക്ഷൻ വരുന്നു. അത് ബാക്ടീരിയലായിട്ടും വരാറുണ്ട്, വൈറലായിട്ടും വരാറുണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ട് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് കണ്ടുവരാറുണ്ട്. മെനിഞ്ചൈറ്റിസ് എല്ലാ ഏജ് ഗ്രൂപ്പിലും കണ്ടുവരാറുണ്ട്. എങ്കിലും മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് കുട്ടികൾക്കാണ്. അതുപോലെ തന്നെ ഈ ചെവിക്ക് ഇൻഫെക്ഷൻ ഉള്ള കുഞ്ഞുങ്ങൾക്ക് മെനിഞ്ചൈറ്റിസ് പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ചെവിയുടെ തൊട്ടടുത്താണല്ലോ മെനിഞ്ചസ് ബ്രെയിൻ ഇരിക്കുന്നത്. സോ ചെവിക്കകത്തിന് ഇൻഫെക്ഷൻ വന്നാൽ അത് അകത്തേക്ക് കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇയർ ഇൻഫെക്ഷൻ ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറാണ്. മെനിഞ്ചൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിൻ്റെ CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, മെനിഞ്ചസിനകത്തുള്ള ഫ്ലൂയിഡ്, CSF ഫ്ലൂയിഡ് ക്ലൗഡി അപ്പിയറൻസ് ആയിരിക്കും, പ്രത്യേകിച്ച് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ഉള്ള പേഷ്യൻ്റ് കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഇവർക്ക് പനി വരാം, തലവേദന വരാം, പിന്നെ അതുപോലെ തന്നെ ഫോട്ടോഫോബിയ എന്ന് പറഞ്ഞാൽ വെട്ടത്തിലേക്ക് നോക്കാൻ പറ്റില്ല. വെട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണിന് ഭയങ്കര കണ്ണിന് വേദന എടുക്കുക, സെൻസിറ്റീവ് ആയിരിക്കും. ഫോട്ടോഫോബിയ വരാറുണ്ട്. പിന്നെ അതുപോലെയുള്ള ഇൻഫെക്ഷൻ്റെ എല്ലാ സിംറ്റംസും ഇവർ കാണും. മാനേജ്മെൻറ്റ്, ഇതിൻ്റെ മെയിൻ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഡ്രോപ്ലെറ്റ് പ്രിക്വേഷൻ ആണ്. അതായത് മാസ്ക് ഉപയോഗിക്കണം. ഡ്രോപ്ലെറ്റ് പ്രിക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ CSF കൾച്ചർ ചെയ്ത് കോസേറ്റീവ് ഓർഗാനിസം കണ്ടുപിടിച്ചിട്ട് ആൻറ്റിബയോട്ടിക്. ഇവർക്ക് സീഷർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സീഷർ പ്രിക്വേഷൻസ്.